കഴിഞ്ഞ ദിവസം ഒരമ്മ എന്നോട് ചോദിച്ചു, കുട്ടിയെ ശിക്ഷിച്ചു വളർത്തണ്ട എന്ന് ടീച്ചർ പറഞ്ഞല്ലോ, പക്ഷെ ശിക്ഷിക്കാതെ വളർത്തിയാൽ കുട്ടി വഴി തെറ്റിപ്പോവില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല. അപ്പോഴാണ് അവരെന്നോട് പറയുന്നത്, അവര് മകനെയും കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടുത്തെ നേഴ്സ് പറഞ്ഞു, നല്ല അടി കൊടുത്ത് വളർത്താത്തതിന്റെ കുഴപ്പമുണ്ട്, ശിക്ഷിക്കാത്തതിന്റെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു. വീണ്ടും അവരെന്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ടീച്ചർ പറയുന്നത് എനിക്ക് കൺഫ്യൂഷനാണ്. അപ്പോഴാണ് പണ്ട് നമ്മൾ കേട്ടിരുന്ന ഒരു കാര്യം, ഒന്നേ ഉള്ളെങ്കിലും ഒലക്ക കൊണ്ടടിക്കണം. കാലം മാറി. ഒന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒലക്കയ്ക്ക് അടിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മളെക്കാൾ ബുദ്ധിശക്തിയുള്ള മക്കളാണ്. ജെൻസിയും ആൽഫയും. അവരെ വളർത്തണമെങ്കിൽ ഏത് രീതിയിൽ വേണം മക്കളെ വളർത്താനും നമ്മൾ പഠിച്ചിരിക്കണം. ശിക്ഷ കൊണ്ട് ഒന്നുമാവില്ല. എന്നാൽ ശിക്ഷണം കൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്തത് ഒന്നുമില്ല താനും. ഇവിടെയാണ് ശിക്ഷ എന്ത്, ശിക്ഷണം എന്ത് എന്നുള്ളതിന്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. എല്ലാവരും കുട്ടി തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടിക്കിട്ട് അടി കൊടുക്കുക എന്നുള്ളതാണ് ശിക്ഷ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെ, ശിക്ഷ ഒരു തെറ്റ് ചെയ്തതിന് കുട്ടിയെ ഉപദ്രവിക്കുക, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ നല്ല ടോർച്ചറിങ് കൊടുക്കുക. അതുകൊണ്ട് കുട്ടി വീണ്ടും ഈ കാര്യം ആവർത്തിച്ച് ചെയ്യുകയില്ല എന്ന് മുതിർന്നവർ മനസ്സിലാക്കുന്നു. ശിക്ഷയില് ഒരു തെറ്റ് ചെയ്താൽ താൽക്കാലികമായി ഒരു അനുഭവം ശരീരത്തിന് കൊടുത്താൽ കുറച്ചു നേരത്തേക്ക് അത് ആവർത്തിക്കാതെ ഇരിക്കും. എന്നാൽ ശിക്ഷണം ആ തെറ്റ് ചെയ്യാതെ ഇരിക്കുവാൻ മുൻകൂട്ടി എന്ത് ശീലമാണ് കുട്ടിക്ക് കൊടുക്കേണ്ടതെന്ന് ഉള്ളതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലോട്ടൊന്ന് എഴുതുവോ? ശിക്ഷ വാങ്ങുന്ന കുട്ടിക്ക് വീണ്ടും ആ കാര്യം ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് അബദ്ധത്തിൽ ആവർത്തിച്ചു പോയാലും കുറ്റബോധമായിരിക്കും ഉള്ളിലുണ്ടാവുക. അവിടെ കുട്ടി തീരുമാനിക്കുന്നത്, ഈ പ്രശ്നം പിടിക്കപ്പെട്ടാൽ എനിക്ക് ശിക്ഷ കിട്ടും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം കുട്ടി റിപ്പീറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടാതെ ഇരിക്കുവാൻ കുട്ടി കള്ളം പറഞ്ഞെന്നിരിക്കും, മറച്ചു വെക്കുവാൻ ശ്രമിച്ചെന്നിരിക്കും. നമുക്കൊരു ജീവിത സാഹചര്യത്തെ അനലൈസ് ചെയ്താലോ? കുട്ടിയുടെ കയ്യിൽ നിന്ന് വെള്ളം താഴെ പോയി. ശിക്ഷിക്കുന്ന അമ്മയോ അച്ഛനോ അതിനടിക്കുന്നു. കുട്ടിയോട് പറയുന്നു, നീ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് അടിക്കുന്നു. ശിക്ഷണത്തിൽ വളരുന്ന ഒരു കുട്ടി കയ്യിൽ നിന്ന് വെള്ളം താഴെ പോയി. അമ്മയോ അച്ഛനോ കുഞ്ഞിനോടൊപ്പം ചേർന്നുകൊണ്ട്, സാരമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി, അമ്മ തുടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു തുണിയെടുത്ത് തുടയ്ക്കുന്നു. ഇവിടെ കുട്ടിക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ്. എന്തൊക്കെ പ്രശ്നം എന്റെ ജീവിതത്തിൽ ഉണ്ടായാലും എന്റെ അമ്മ എന്നോടൊപ്പം ഉണ്ട്, എന്റെ അച്ഛൻ എന്നോടൊപ്പം ഉണ്ട്. അതാണ് ശിക്ഷണം. ശിക്ഷയും ശിക്ഷണവും തമ്മിൽ വലിയ അന്തരമുണ്ട്. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല ശിക്ഷണത്തിൽ വളരുന്ന ഒരു കുട്ടിക്ക് അവനവൻ ഒരു തെറ്റു പറ്റിയാലും അത് വീട്ടിൽ തുറന്നു പറയുവാൻ മടിയുണ്ടാവില്ല. ഇന്നത്തെ തലമുറയിൽ കുട്ടികൾക്ക് 100 കൂട്ടം പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ഒരിടമായിരിക്കണം കുട്ടിയുടേത്. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിൽ ശിക്ഷയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. ശിക്ഷണമാണ് വേണ്ടത്. അത് കുട്ടിയുടെ വീട്ടിൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും. അതുമല്ല,
ഗ്രാൻഡ് പേരൻസോ മറ്റു ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവരും ഇത് തിരിച്ചറിഞ്ഞിരിക്കണം. പഴയ കാലമല്ല, നമ്മൾ പിടിച്ചാൽ പിടി കിട്ടുന്ന ഒരവസ്ഥയിലേക്കല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ചേർത്ത് പിടിക്കുക, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക. ശിക്ഷിക്കണ്ട, പകരം ശിക്ഷണമാണ് വേണ്ടത്. കറക്ഷൻ വേണ്ട, പകരം കണക്ഷനാണ് വേണ്ടത്. എന്തും എപ്പോഴും തുറന്നു പറയാനുള്ള ഒരിടം, അതാവണം കുട്ടിക്ക് നമ്മുടെ വീട്. അതാണ് കുട്ടിയുടെ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം. ഈ ഒരു ആശയം എന്തിനാണ് ഞാൻ ആവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ കുഞ്ഞുങ്ങള് ഏറ്റവും സുരക്ഷിതമായി ജീവിക്കണം. കുട്ടി സേഫ്റ്റി മോഡിലാണേ എങ്കിൽ കുട്ടി നന്നായിട്ട് പഠിച്ചോളും. കുട്ടിക്ക് എവിടെയെങ്കിലും കുട്ടിയെ ഉപദേശിക്കുന്നെന്നോ ദേഷ്യപ്പെടുന്നുവെന്നോ തോന്നിയിട്ടുണ്ടെങ്കിൽ കുട്ടി പഠിക്കില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ആ എവല്യൂഷന്റെ ലെവലിലാണ്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ജോലി, നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരു ജോലി ചെയ്യാൻ സമയം നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഭാര്യയോ അച്ഛനോ അമ്മയോ മേലുദ്യോഗസ്ഥരോ ഭരിക്കാൻ വരുന്ന മോഡിൽ വന്നിട്ട് ഒരു വർത്തമാനം പറഞ്ഞാൽ, ഒന്ന് ഉപദേശിച്ചാൽ ഇങ്ങനെയല്ല ജോലി ചെയ്യേണ്ടത്, കുറച്ചുകൂടെ ശ്രദ്ധയോടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖം മാറില്ലേ? ഇത് തന്നെയല്ലേ കുട്ടിയുടെയും ഉള്ളിൽ ഉണ്ടാവുന്ന മാറ്റം? അതുകൊണ്ട് സൗഹൃദപരമായി ചൈൽഡ് സെന്റേർഡായി കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറാണോ? ആണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് എഴുതുക. അതിനുള്ള ഒരു മാർഗത്തിലാണ് ഞാനും.